വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേരുപോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. ഓർമ്മിക്കുക, വിശുദ്ധ പീറ്റർ സെലസ്റ്റിൻ മാർപ്പാപ്പയുടെ ഓർമ്മദിനമാണിന്ന്. 1221 ഇറ്റലിയിലെ അംബ്രോസി എന്ന സ്ഥലത്ത് ജനിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് 12 മക്കളുണ്ടായിരുന്നു. പീറ്ററിന്റെ ചെറുപ്രായത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു. പിന്നീട് അമ്മ അധ്വാനിച്ചാണ് മക്കളെ നല്ല ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്. പീറ്ററിന്റെ വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം ഏകാന്ത ജീവിതം തിരഞ്ഞെടുത്തു. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ മാലാഖമാരും വിശുദ്ധരും ദൈവമാതാവും സന്ദർശിക്കുന്നതായി ബോധ്യപ്പെടുമായിരുന്നു. 20-ാം വയസ്സിൽ ഒരു ഗുഹയിൽ ഏകാന്തവാസം അനുഷ്ഠിച്ചു വരുന്ന വേളയിൽ 3 വർഷങ്ങൾക്കു ശേഷം ജനങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചു കണ്ടെത്തി. കൂട്ടിക്കൊണ്ടുവന്ന് പൗരോഹിത്യം നൽകി. 1246 മുറേനെ പർവ്വതനിരയിലുള്ള ഒരു ഗുഹയിൽ വീണ്ടും ഏകാന്തവാസം തുടർന്നു. വിശുദ്ധ ബെനഡിക്റ്റിന്റെ പൂർവ്വ നിയമമനുസരിച്ച് അദ്ദേഹം ഒരു സഭ ആരംഭിച്ചു. 1274 ആ സഭയ്ക്ക് അംഗീകാരം ലഭിച്ചു. അദ്ദേഹം 36 ആശ്രമങ്ങൾ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു. നിക്കോളാസ് 4-ാമൻ മാർപ്പാപ്പയുടെ കാലശേഷം ഫാദർ പീറ്ററിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. ഒഴിഞ്ഞുമാറുവാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് തുടരേണ്ടി വന്നു. അങ്ങനെ മെത്രാഭിഷേകം സ്വീകരിച്ച് 5-ാം സെലസ്റ്റിൻ എന്ന പേരിൽ 1294 ഓഗസ്റ്റ് 29-ാം തീയതി മാർപ്പാപ്പയായി സ്ഥാനാരോഹണം ചെയ്തു. തന്റെ എളിമയുടെ ആധിക്യത്താൽ ആ പദവിയിൽ തുടരാൻ അദ്ദേഹം ഇഷ്ടപ്പെടായകയാൽ 1294 ഡിസംബർ 10-ാം തീയതി പാപ്പാസ്ഥാനം ഉപേക്ഷിച്ച് വീണ്ടും ഏകാന്തതയിലേക്ക് തിരിച്ചു. 1296 മെയ് 19-ാം തീയതി എല്ലാ ആത്മാക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന് സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1313 മെയ് 5-ന് ക്ലെമൻ 5-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. എളിയ ജീവിതത്തിനു വേണ്ടി സ്ഥാനത്യാഗം ചെയ്തതുപോലെ ഭൗതികതയുടെ ബന്ധനത്തിൽ കഴിയുന്ന നമുക്കും വിശുദ്ധ പീറ്റർ പാപ്പായുടെ ജീവിതം മാതൃകയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.